പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11-ാം സീസണിലെ 14-ാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. ജംഷഡ്പൂർ FC ആണ് അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. ഇരു ടീമുകളും ആകെ ISL-ൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് 16 മത്സരങ്ങളിലാണ്. ഈ 16 മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ പകുതി മത്സരങ്ങളും സമനിലയിലാണ് കലാശിച്ചത്. അതായത് 8 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചിട്ടുണ്ട്. 5 മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചപ്പോൾ ജംഷഡ്പൂരിന് വിജയിക്കാൻ സാധിച്ചത് വെറും 3 മത്സരങ്ങളിൽ മാത്രമാണ്. കണക്കുകളുടെ കാര്യമെടുത്താൽ അത്രയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഇരു ടീമുകളും ഏറ്റുമുട്ടിയ മത്സരങ്ങളിൽ കാണുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തുല്യ ശക്തികളുടെ പോരാട്ടം തന്നെ വരുന്നെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അടുത്ത മത്സരത്തിൽ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിലേക്ക് മുന്നേറണമെങ്കിൽ ഇനി ബാക്കിയുള്ളത് 11 മത്സരങ്ങളാണ്. ആ 11 മത്സരങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് 8-ലെങ്കിലും വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്. കൂടാതെ അടുത്ത മത്സരം എവേ മത്സരമായതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെ ഏറ്റവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലും ഗോൾ കീപ്പറായി നമ്മൾ സച്ചിൻ സുരേഷിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. 4 യെല്ലോ കാർഡുകൾ ലഭിച്ചതിനാൽ ഹോർമി പാമിന് അടുത്ത മത്സരം സസ്പെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെന്റർ ബാക്ക് സ്ഥാനത്ത് നമുക്ക് ഹോർമി പാമിന് പകരം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലിനെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രീതം കോട്ടാലിനൊപ്പം സെന്റർ ബാക്കായി കളിക്കുക മിലോസുമായിരിക്കും. അതുപോലെ തന്നെ ഇനി റൈറ്റ് വിങ്ങിലേക്ക് എത്തുമ്പോൾ നമ്മളവിടെ സന്ദീപ് സിംഗിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മളവിടെ നവോച്ചയും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക കഴിഞ്ഞ മത്സരത്തിൽ ഡാനിഷും അതുപോലെ തന്നെ ഫ്രെഡിയുമായിരുന്നു. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഡാനിഷിന് പകരം നമുക്ക് അവിടെ വിപിൻ മോഹനനെ പ്രതീക്ഷിക്കാം. കാരണം വിപിൻ മോഹനൻ ഇപ്പോൾ പരിക്കൊക്കെ മാറി പൂർണ്ണ ഫിറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ലെവലിലേക്ക് വിപിൻ മോഹനൻ കടന്നു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിപിൻ അവിടെ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു താരമായിരിക്കും ഡാനിഷ് ഫറൂഖ്. എന്നാലും വിപിന് തന്നെ നമുക്കവിടെ ഫസ്റ്റ് ചാൻസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ അവിടെ ഇടത് വിങ്ങിൽ നോവാ സദോയും അതുപോലെ തന്നെ വലത് വിങ്ങിൽ നമുക്ക് കോറു സിംഗിനെയും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ ജീസസ് ടിമിനസ് അടുത്ത മത്സരത്തിലും കളിച്ചേക്കില്ല. അതുകൊണ്ട് തന്നെ ജീസസ് ടിമിനസിന് പകരം നമുക്കവിടെ പെപ്രയെ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു പോസിബിൾ ലൈനപ്പ് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും കൂടി ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.